कलमा नहीं पढ़ोगे तो तुम मार दिए जाओगे कि या तो कलमा याद कर लो नहीं तो मार दिए जाओगे। मुसलमानों से जब भी तो डरेंगे हिंदू, जब 2-4 हिंदू मरेंगे, 10-20 हिंदू मरेंगे कलमे के नाम पर, मुसलमान के नाम पर, इसके नाम पर, उसके नाम पर, तभी तो डरेंगे। പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഈ ഒരു വ്യക്തിയെ, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. മൗലാന സാജിദ് റാഷിദ് എന്നുള്ളതാണ് പേര്. അപ്പോൾ ഈ വ്യക്തി സ്വയമേ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നേതാക്കളാണെന്ന് പറഞ്ഞിട്ട് സ്വയം അങ്ങ് നടക്കുകയാണ് ഈ ചങ്ങാതിയുടെ പണി. അയാളുടെ പല രീതിയിലുള്ള പ്രസ്താവനകളും മുസ്ലിങ്ങൾക്കും മുസ്ലിം സമുദായത്തിനും വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രസ്താവന ഇയാൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പറഞ്ഞാണോ മുന്നേ പറഞ്ഞാണെന്ന് അറിയില്ല, എന്തായാലും ഇപ്പം അത് വൈറലായിട്ട് പോകുന്നുണ്ട്. മീഡിയ, നമ്മുടെ വാർത്താ ചാനൽ എല്ലായിടത്തും അലക്കുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തം ഇതാണ് ചർച്ച. അതിൻ്റെ ഒരു കാരണമുണ്ട്, അത് ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ആൾക്കാരെ കൊണ്ട് കലിമ ചൊല്ലിപ്പിക്കണം, അങ്ങനെ പറയാത്ത ആൾക്കാരെയൊക്കെ കൊല്ലണം. എന്നിട്ട് ഇന്ത്യൻ്റെ അകത്തിരുന്നുകൊണ്ട്, നമ്മുടെ ഭാരതത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് ഈ രീതിയിലെ തോന്നിവാസം ഒരു മുസ്ലിമിന്റെ സംഘടന നേതാവായി നിന്നുകൊണ്ട് പറയുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് എല്ലാ മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ അല്പം ചിന്തിച്ച് നോക്ക്. അപ്പൊ ഇയാൾ ഏത് രീതിയിലാണ് മുസ്ലിം സമുദായത്തിന്റെ നേതാവാണെന്ന് അവകാശപ്പെടുന്നത്? അപ്പൊ ഈ ആളെന്ന് പറയുന്നത് ഇതൊരു ഇറക്കുമതിയാണ്. മനസ്സിലായ? നമ്മുടെ സർക്കാരുകൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അപ്പൊ ഇയാൾ വന്നിട്ട് എന്ത് ചെയ്യും? ഇമാതിരി രീതിയിലുള്ള പ്രസ്താവന. ആദ്യം ഇതേമാതിരി രാമന്റെ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിടുന്നുണ്ട്. അത് എപ്പം എന്നറിയാൻ വരിക? ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ മൊത്തം ഗ്യാസിന്റെ വില കൂടിയതുകൊണ്ട് ആകെ പ്രശ്നമാണ്. ഒരു സൈഡ് കേന്ദ്ര സർക്കാർ വളരെയധികം സപ്പോർട്ട് ചെയ്യാണ്. ഹോർമോസ് കടൽ വഴി കൂടെ ഇതോ നമ്മുടെ പുലി കപ്പലുകൾ കടന്നു വരുന്നു, ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അത് നമ്മുടെ കേന്ദ്രത്തിന്റെ ശക്തിയാണെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് പോസ്റ്റർ ഇടുന്നു, വീഡിയോ ചെയ്യുന്നു, പല ആളുകളും ശക്തികളെ കുറിച്ച് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സൈഡിൽ കൂടെ എന്തുകൊണ്ടാണ് വില കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പറയാണ് എന്താ ചെയ്യാൻ പറ്റുക, ഇറാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഈ സാധനം ഇവിടെ കിട്ടണ്ടേന്ന്. രണ്ട് രീതിക്കാണ് പോകുന്നത്. ഇപ്പുറത്ത് ഒരു സൈഡ് പൊക്കിയടിക്കുക, ഇപ്പുറത്തെ ഒരു സൈഡ് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ, വില കൂടിയതിനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ അവിടെ വേറെ രീതിയിലേക്ക് പറയുക. എങ്ങനെയുണ്ട് ഇവരുടെ ഡബിൾ ഗെയിം? അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇന്ത്യൻ്റെ അകത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസിന്റെ വില കൂടിയതിനനുസരിച്ച് നിങ്ങൾക്കറിയാലോ, ഹോട്ടലെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പ്രശ്നമാണ്. ഒരു രക്ഷയില്ലാത്ത പ്രതിസന്ധികളുള്ളവിടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. അത് തീർച്ചയായിട്ടും ദോഷമാണ്. നമ്മൾ ശക്തമായിട്ട് ഇറാനെ അപലപിക്കുന്നു ഈ ഒരു കാര്യത്തിൽ. കാരണം നമ്മുടെ ഇന്ത്യൻ്റെ അകത്ത് കിട്ടുന്ന സാധനങ്ങളെ കിട്ടാതാക്കുന്നതിന് തീർച്ചയായിട്ടും നമ്മൾ അപലപിക്കുന്നു ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള തെമ്മാടികൾ വന്നിട്ട് മുസ്ലിങ്ങളുടെ നേതാവാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ള മതക്കാരെ കലിമ ചൊല്ലിപ്പിക്കാനും അല്ലെങ്കിൽ ചൊല്ലിയില്ലെങ്കിൽ കൊല്ലണം എന്നൊക്കെ വന്നിട്ട് ചുമ്മാ മീഡിയയിലങ്ങ് പറയാണ്. എന്നിട്ട് ഞാൻ ഒരു മുസ്ലിങ്ങളുടെ നേതാവാണെന്ന് പറയാണ്. ഒരു രീതിയിൽ മുസ്ലിം നേതാക്കളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, അതായത് യഥാർത്ഥ മുസ്ലിങ്ങളുടെ ഒരു സംഘടനയുടെ നേതാവല്ല. അയാളുടെ സംഭാഷണങ്ങൾ കംപ്ലീറ്റും ഒരു തീവ്രവാദികൾ പറയുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ദോഷമാണ്. പക്ഷെ ഇയാൾ ഇപ്പോഴും ഇന്ത്യൻ്റെ അകത്ത് കൂളായിട്ട് പല പ്രസ്താവനകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നമില്ല, ഒരു സംഘടന ഒരു എണ്ണയോ പോയി തൂക്കുന്നില്ല. നമ്മുടെ കേരളത്തിനകത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം വന്ന് തൂക്കിയിട്ട് പോകാൻ ആളുണ്ട്. പക്ഷെ ഇയാൾ എന്തുകൊണ്ടാണ് തൂക്കാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഗെയിമാണ്. ആവശ്യം വരുമ്പോൾ മാത്രം ഇയാൾ ഒരു പ്രസ്താവന പറയും. അതോടുകൂടി മറ്റുള്ള മതക്കാർക്ക്, മുസ്ലിം അല്ലാത്ത മതക്കാർക്ക് ആകെ ഒരു ടെൻഷൻ അടിക്കും. അപ്പം ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ ഭരണമുള്ളതാണ് നല്ലത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, നമ്മുടെ ആളുകളെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയമേ നമ്മുടെ ബുദ്ധിയും മനസ്സും ചിന്തിപ്പിക്കാൻ വെക്കും. അതാണ് ഇതിൻ്റെ പോയിന്റ്. അതിനാണ് ഇതുപോലെയുള്ള ആളുകളെ ഇറക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് പുറത്തേക്ക് വിടും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറയും. അത് പറയുന്നതോടുകൂടി അതിൻ്റെ പുറകെയാവും ഇപ്പോഴത്തെ വില കയറ്റം, മറ്റുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങും. എല്ലാം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. എങ്ങനെയുണ്ട് ഐഡിയ? ഇതെല്ലാം കോൺഗ്രസ്സുകാർ കണ്ടുപിടിക്കണം. മനസ്സിലായ? ചുമ്മാ കക്കറിഞ്ഞാൽ പോരാ, നിൽക്കാനും അറിയണം. കണ്ടുപിടിക്ക് എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്നുള്ളത്. ഇത്രയും പ്രതിസന്ധി ഇന്ത്യയുടെ അകത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അവിടെ നമ്മുടെ പ്രധാനമന്ത്രി പന്ത് കളിച്ചിട്ട് കൂളായിട്ട് നടക്കും. നമ്മൾ കണ്ടില്ല ഒരു വീഡിയോ ഒക്കെ പന്ത് കളിയൊക്കെ കളിച്ച് അടിപൊളിയായിട്ട്. അതാണ് എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്. കക്ക അറിഞ്ഞാൽ പോരാ, നിൽക്കാനും അറിയണം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിൽ പറയുക. എന്തായാലും എനിക്ക് പോകാനും ഉണ്ടാവും, അല്പം ചിന്തിക്കുന്നവർക്ക് ഉണ്ടാവും. ഓക്കെ.